Hi everyone. We will start the module 1 Introduction to Software Engineering. Module 1 basically deals with the software engineering and how it get into the development of a software. So in this introduction part we will first come to know what is software engineering. So before that, what is engineering? Engineering എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ ഒരു സബ്ജക്റ്റാണ്. So engineering is basically the application of scientific principles and methods to the construction of useful structures. So എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ആക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ, ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു മെത്തേഡ് വെച്ച് നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോഴാണ് വി കോൾ ഇറ്റ് ആസ് എഞ്ചിനീയറിംഗ്. So different branches, mechanical, computer, civil, electrical, chemical, etc. So ഇതൊക്കെയാണ് ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഓരോ എഞ്ചിനീയറിങ്ങിനും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറേ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായിരിക്കില്ല കമ്പ്യൂട്ടറിൽ പഠിക്കുന്നത്, അത് തന്നെ ആയിരിക്കില്ല സിവിലിലും. അതിൻ്റെ സ്ട്രീമായിട്ട് റിലേറ്റഡ് അതിൽ നടക്കുന്ന എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ദാറ്റ് ഈസ് ബേസിക് എഞ്ചിനീയറിംഗ്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു how computer science and how software engineering, computer science engineering and how software engineering is differentiable. So computer science എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാറ്റാബേസ് പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ ബേസിക് ആയിട്ട് വി ഫോക്കസ് ഓൺ ദ തിയറി ആൻഡ് ഫണ്ടമെന്റൽസ് ലൈക്ക് അൽഗോറിതം, ദെൻ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ദെൻ തിയറീസ്, നിങ്ങൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ പഠിച്ചിട്ടുണ്ട്, ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ഡിസൈൻ. അങ്ങനെയൊക്കെയാണ് വി ഫോക്കസ് ഓൺ ദ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ. നമ്മൾ ഇത്രയാണ് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വന്നതിൽ ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അൽഗോറിതം ആവട്ടെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇങ്ങനെ കുറേ തിയറിറ്റിക്കലായിട്ടും ഫണ്ടമെൻ്റലായിട്ടും നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ സ്ട്രീം എന്ന് പറയുന്നത്, ഈ സെക്ഷൻ എന്ന് പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളുടെ engineering procedure ആണ് we say it as software engineering. That is basically the software engineering is concerned with the activities of developing and managing that particular software. ഒരു സോഫ്റ്റ്വെയർ പെട്ടെന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കുറേ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് മാത്രമേ വി ക്യാൻ ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ. So basically software engineering is concerned with the activities that is happening and also how to develop, how to manage the software, etc. So അതാണ് കമ്പ്യൂട്ടർ സയൻസും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. What is actually software engineering? So these are the two. The first one is the definition. ഇതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് is an engineering discipline that's applied to the development of a software in a systematic approach called a software process. So we follow a systematic approach, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്. ഒറ്റയടിക്ക് പെട്ടെന്നൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു സ്റ്റെപ്പ് ബൈ പ്ലാൻ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായുള്ള പ്രോസസ്സിനാണ് സീക്വൻഷ്യൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഇസ് കോൾഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോ നമ്മളിവിടെ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ്. സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇസ് കോൾഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇറ്റ് ഇസ് എ ഡിസിപ്ലിൻ, എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഒരു കുറേ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ വി കോൾ ഇറ്റ് ആസ് എ സോഫ്റ്റ്വെയർ പ്രോസസ്. Basically, it is not only concerned with the technical process of building a software, it also includes activities to manage the project, develop tools, methods and theories that support the software production. So ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിൽ മാത്രമല്ല നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. എപ്പോഴും പ്രോജക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, ആ പ്രോജക്റ്റിൽ ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെ, അതിൽ വരുന്ന മെത്തേഡ് എന്തൊക്കെയാണ്, തിയറീസ് എന്തൊക്കെയാണ്, അതെല്ലാം ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഇറ്റ് വിൽ സപ്പോർട്ട്. സോ ആ ഒരു അത്രയും പ്രൊസീജിയറിനെ പറ്റി നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. So that is actually software engineering. This is a standard definition and also we can go with the definition of IEEE. IEEE definition എന്ന് പറയുന്നത് it is the application of a systematic, disciplined, quantifiable approach to the development, operation and maintenance of a software. That is the application of engineering to software. So ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും ഒരു ക്വാണ്ടിഫൈ, ഒരു നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യം അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓപ്പറേറ്റ് ഇറ്റ് ആൻഡ് വി ക്യാൻ മെയിൻറ്റെയിൻ ദാറ്റ് സോഫ്റ്റ്വെയർ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകുമ്പം
ആ ഒരു എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പറയുക. സോ ദിസ് ഇസ് ദ IEEE ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് ഡെഫിനിഷനും എഴുതാം, രണ്ടെണ്ണം എഴുതിയാലും കുഴപ്പമില്ല. And the second point is that the study of approaches that is followed in the point 1. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചോദിച്ചാൽ ആദ്യത്തെ പോയിന്റ് ചെയ്തിട്ട് സെക്കൻഡ് പോയിന്റ് എഴുതിയാൽ മതി. സ്റ്റഡി ഓഫ് ദ അപ്രോച്ചസ് ദാറ്റ് ഈസ് ബീങ് ഫോളോഡ് ഇൻ ദ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ സ്റ്റഡി ഓഫ് ദ അപ്രോച്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന സിസ്റ്റമാറ്റിക്, ഡിസിപ്ലിൻ, ക്വാണ്ടിഫയബിൾ, ഡെവലപ്മെന്റ്, ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ചസ്. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഇത്രയും കാര്യങ്ങൾ ഇതിലും അപ്പുറം ചെയ്യണം. ഇതാണ് ബേസിക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ, IEEE ഡെഫിനിഷൻ. യു ക്യാൻ ഫോളോ ദിസ് ഡെഫിനിഷൻ. സോ ഇത്ര സമയം നമ്മൾ ഹൗ ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെയാണ് പറയുന്നുണ്ടായത്. സോ വാട്ട് ഈസ് എ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് ആക്ച്വലി കാണാൻ പറ്റാത്തൊരു കാര്യമാണ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഊരിയെടുത്ത് തൊട്ട് നോക്കി യു ക്യാൻ ടച്ച് ആൻഡ് ഫീൽ എന്നെല്ലാം പറയുന്നതാണ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാംസ് ആവാം, നമുക്ക് അതിലായിട്ട് റിലേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ, അതൊക്കെയാണ് സോഫ്റ്റ്വെയർ. വി കനോട്ട് സീ. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റമായ CMS നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് വി കനോട്ട് ടച്ച് ആൻഡ് ഫീൽ. നമുക്കത് വി ക്യാൻ യൂസ്, വി ക്യാൻ സേവ്, എല്ലാ കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്യാം, എല്ലാം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഹാർഡ്വെയർ, അതൊരു സോഫ്റ്റ്വെയർ ആണ്. some computer programs is been happening in the background. So that is a software. And also the software products may be developed for a particular customer or may be developed for a general market. So software products എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ലൈക്ക് ഇറ്റ് മേ ബി ഡെവലപ്പ്, അത് ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു മാർക്കറ്റ്, ഒരു ജനറൽ മാർക്കറ്റിൽ വേണ്ട ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. സോ നിങ്ങൾ ഓൾറെഡി കുറച്ച് സോഫ്റ്റ്വെയർ, നിങ്ങൾ ഓൾറെഡി ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം, പ്ലേസ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്രീവിയസ് സെമ്മിൽ. സോ അതൊക്കെ ഓരോ സിസ്റ്റമൊക്കെ ഓരോ സോഫ്റ്റ്വെയർ ആണ്. കുറച്ചും കൂടി ഹൈ ലെവൽ ബിൽഡപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. So basically the software product can be generic or custom. ജനറിക് എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആയിട്ട് എല്ലാ റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ യു ഹാവ് ഇപ്പം ഡാറ്റാബേസ് ആവട്ടെ, വേർഡ് പ്രോസസ്സർ, IRCTC, അങ്ങനത്തെ ഒക്കെ എല്ലാ ജനറൽ കസ്റ്റമേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇപ്പോൾ കസ്റ്റം എന്ന് പറയുന്നത് ഡെവലപ്പ് ഫോർ എ കസ്റ്റമർ അക്കോർഡിംഗ് ടു സ്പെസിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം CMS, SNG CMS നമ്മുടെ ശ്രീനാരായണ ഗുരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, ആ കുട്ടികൾക്കും സ്റ്റാഫിനും ബാക്കി അതോറിറ്റീസിനും വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് അത് ഡെവലപ്പ് ഫോർ എ കസ്റ്റമർ അക്കോർഡിംഗ് ടു സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ നമുക്ക് ചെയ്തു തരുന്നതാണ്. സോ അങ്ങനെ ഉണ്ടാകുമ്പം ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു അവർ കസ്റ്റം. സോ ദാറ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആണത്. സോ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ക്യാൻ ബി ജനറിക് ആൻഡ് കസ്റ്റം. So that is actually a software where you have computer programs and also the associated documentation. So then you have the essential attributes of a good software. A good software എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂസറിൻ്റെ ആസ്പെക്റ്റ് എല്ലാം അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് ആസ് എ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. സോ അങ്ങനത്തെ കേസ് യു ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് മെയിൻറ്റൈനബിലിറ്റി, dependability and security, efficiency and acceptability. So these are the basic product characteristics that is to be followed by a good software. Maintainability എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പം അത് യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആ സോഫ്റ്റ്വെയർ ഉണ്ടാവണം. യൂസറിന് എന്താണ് നീഡ്, വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദ യൂസർ, ദാറ്റ് ഇസ് എ ബേസിക് കൺസേൺ. സോ യൂസറിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് മീറ്റ് ദ ചേഞ്ചിങ് നീഡ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഓരോ ആവശ്യങ്ങളുണ്ട്, അതെല്ലാം ആ സോഫ്റ്റ്വെയർ സാധിച്ചു കൊടുക്കണം. ആ സോഫ്റ്റ്വെയർ ആയിട്ട് കമ്പാറ്റബിൾ ആവുന്ന നീഡ്സ് ഒക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ ഡിപ്പെൻഡബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി മീൻസ് ഇപ്പം അത് എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം സെക്യൂറബിൾ ആണ്, എത്രത്തോളം സേഫ്റ്റി ആണ്. ഇപ്പം നിങ്ങൾ ബാങ്ക് പാസ്വേഡും അതൊക്കെ ചില സോഫ്റ്റ്വെയറിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. സോ അത് എത്രത്തോളം സെക്യൂർഡ് ആണെന്നൊക്കെ അതും നോക്കണം. സോ അതിൻ്റെ പുറകെ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം അങ്ങനെയൊക്കെ കുറേ എക്സ്റ്റൻഷൻസ് ഒക്കെ അവിടെ ഹാപ്പൺ ചെയ്യുന്നുണ്ട്. അതും കൂടി നമ്മൾ ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് എ സെക്യൂരിറ്റി. ആൻഡ് ഓൾസോ ചില ഡാമേജസ് ഫിസിക്കലായിട്ടും എക്കണോമിക്കായിട്ടും
നമ്മുടെ സിസ്റ്റത്തിനെ ഫെയിലിയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഓഫ് ആവും. അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അത് ഡാമേജ് ചെയ്യിക്കുന്നതാണ്. സോ മെലീഷ്യസ് യൂസർ ഷുഡ് നോട്ട് ബി ഏബിൾ ടു ആക്സസ് ഓർ ഡാമേജ് ദ സിസ്റ്റം. അതും ഒരു കൺസേൺ ആണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് സിനാരിയോ. അതായത് നമ്മൾ ഡിപ്പെൻഡബിലിറ്റിയും സെക്യൂരിറ്റിയും പറയുമ്പം നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പം അതൊരിക്കലും നമ്മുടെ പ്രൈവസി ഇഷ്യൂസിനെയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെയോ അത് ഡാമേജ് ചെയ്യാൻ പാടില്ല. ദെൻ തേർഡ് പോയിന്റ് ഇസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇറ്റ് ഷുഡ് ബി ഹൈലി എഫിഷ്യൻറ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോൺസീവ്നെസ് ആയിരിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ആയിരിക്കട്ടെ, ദ മെമ്മറി ഓർ ദ CPU യൂട്ടിലൈസേഷൻ ആയിക്കോട്ടെ, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റം റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നു വിത്തൗട്ട് മേക്കിംഗ് എനി വേസ്റ്റേജ്. അതൊക്കെയാണ് ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത്. ദെൻ ആക്സെപ്റ്റബിലിറ്റി ഇസ് ദാറ്റ് ഏത് ടൈപ്പ് ഓഫ് യൂസേഴ്സിനും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുമ്പം അത് ഒരു എബവ് 18 ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 40-50 റേഞ്ച് ഏജ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാ ടൈപ്പ് ഓഫ് യൂസേഴ്സിനും ഇറ്റ് ഷുഡ് ബി ആക്സെപ്റ്റബിൾ. അതായത് അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി യൂസബിൾ ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ സിസ്റ്റം ഒക്കെ ആയിട്ട് കമ്പാറ്റബിൾ ആയിരിക്കണം. അപ്പം അത്രയും ജനറലൈസ്ഡ് കസ്റ്റമേഴ്സിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് മാത്രം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താലേ ആ സോഫ്റ്റ്വെയറിനെ കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് സോഫ്റ്റ്വെയർ നമുക്ക് സൊസൈറ്റിയിലേക്ക് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർസും ഈ 4 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അത് ഇറസ്പോൺസീവ് ആണ് അല്ലെങ്കിൽ സെക്യൂർ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യില്ല. സോ ദീസ് ആർ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഓഫ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഷുഡ് ബി ഗുഡ്. ഒരു ഗുഡ് സോഫ്റ്റ്വെയർ ആവണമെങ്കിൽ ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ബേസിക് മിനിമം ഉണ്ടാവണം. So this is also important. And the next is that characteristics of the software. Software is developed or engineered, but it is not manufactured in the classical sense. നമ്മളിപ്പോൾ ഒരു ഹാർഡ്വെയർ പ്രോഡക്റ്റ് പറയുമ്പോഴാണ് വി ഗോ ടു ദ മാനുഫാക്ചറിങ് സെക്ഷൻ. സോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. സോഫ്റ്റ്വെയർ ഇസ് ആക്ച്വലി ബീങ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം വരുന്ന മെയിൻ്റെനൻസ് ഒക്കെ നമ്മൾ we find out what are the mistakes that is being occurred in the software and we develop or we engineer that software. Our process we call it as software engineering. And also software does not wear out but it deteriorates due to change. അതായത് ഇപ്പം ഹാർഡ്വെയർ ആണെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ അത് തുരുമ്പടിക്കും, വെയർ ഔട്ട് ആകും. വെയർ ഔട്ട് മീൻസ് എനി ഫിസിക്കൽ ചേഞ്ചസ് ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ദാറ്റ് ഹാർഡ്വെയർ ഒരു 3-4 വർഷം കഴിയുമ്പം മോശമായി പോകും, അങ്ങനെ കുറേ കാര്യങ്ങൾ. ബട്ട് സോഫ്റ്റ്വെയർ അങ്ങനെയല്ല, ഒരിക്കലാക്കിയാൽ അത് അതിന് ഇതില്ല. ആ പ്രോഗ്രാം കോഡ് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വരെ അത്രയും പ്രൊസീജിയർ നമ്മൾ ഇൻബിൽട്ടായിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് വരെ പിന്നെ അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബട്ട് നമുക്കത് യൂസേഴ്സിൻ്റെ ആസ്പെക്റ്റ് അനുസരിച്ച് നമുക്കതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം. പുതിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ന്യൂ സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്കത് വീണ്ടും റിനോവേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്. ഇറ്റ് ഈസ് എ ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സോഫ്റ്റ്വെയർ. അത് ഒരിക്കലും നശിച്ചു പോവില്ല സോഫ്റ്റ്വെയർ. ആൻഡ് ദ തേർഡ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇസ് സോഫ്റ്റ്വെയർ ഇസ് കസ്റ്റം ബിൽഡ് റാദർ ദാൻ അസംബ്ലിങ് എക്സിസ്റ്റിംഗ് കമ്പോണൻറ്റ്സ്. സോ നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഹാർഡ്വെയർ വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കണം പറയേണ്ടത്. സോ സോഫ്റ്റ്വെയർ ഈസ് കസ്റ്റം ബിൽഡ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് കസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട്, അതായത് ഓരോ യൂസറിൻ്റെയും ഓരോ ആഗ്രഹപ്രകാരമുള്ള കറക്റ്റ് സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ആ രീതിയിൽ കസ്റ്റം ബിൽഡ് ചെയ്യുന്നതാണ് ഈ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു സോഫ്റ്റ്വെയർ വേണമെങ്കിൽ എനിക്കൊരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം എൻ്റെ സോഫ്റ്റ്വെയർ എന്നെല്ലാം പറഞ്ഞാൽ യു ഹാവ് ദ ചാൻസ് ടു ബിൽഡ് ദാറ്റ് സോഫ്റ്റ്വെയർ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് കസ്റ്റം. അതുപോലെ നമുക്ക് ഹാർഡ്വെയർ അസംബിൾ ചെയ്യുന്ന പോലെ കുറേ കമ്പോണൻസ് എടുത്ത് വെച്ചാൽ സോഫ്റ്റ്വെയർ ആവത്തില്ല. കുറേ കമ്പോണൻസ് എടുത്ത് വെച്ചാൽ ഹാർഡ്വെയർ എന്തെങ്കിലുമൊക്കെ ആവും. ബട്ട് സോഫ്റ്റ്വെയർ ആവണമെങ്കിൽ നമ്മളത് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഈ പർട്ടിക്കുലർ കോഡൊക്കെ ടൈപ്പ് ചെയ്ത് എറേഴ്സ് എല്ലാം മാറ്റി വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നാണ് കസ്റ്റം ബിൽഡ്. So this is what the introduction of software engineering and what is software and how its characteristics, what are the features to be focused. So that's all. Thank you.